കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ ഇപ്പോഴത്തെ ആ മനോവികാരം രാഹുൽ ഗാന്ധിക്കും മുകുൾ വാസ്നിക്കിനുമൊന്നും മനസ്സിലായില്ലെങ്കിലും കുറഞ്ഞ പക്ഷം രാഹുൽ ഗാന്ധിയുമായി അടുത്ത ബന്ധമുള്ള AK ആന്റണിക്കും KC വേണുഗോപാലിനുമെങ്കിലും മനസ്സിലാകുന്നില്ലേ? 3 ദിവസമായി രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കാൻ വരും എന്നുള്ള പ്രഖ്യാപനം ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളിയും VM സുധീരനുമൊക്കെ ഒറ്റ സ്വരത്തിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരേ സമയം പ്രഖ്യാപിച്ചിട്ട് എന്തുകൊണ്ട് ഹൈക്കമാൻഡിന് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ആ ഒരു തീരുമാനം ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ സാധ്യതകളെ ചെറുതായൊന്നുമല്ല ബാധിക്കുന്നത്. വരുമെന്നോ വരില്ല എന്നോ ഒന്ന് ഉറപ്പിച്ചു പറയാൻ എന്തുകൊണ്ട് ഈ 3 ദിവസം എടുക്കുന്നു എന്നുള്ളതിന് ഹൈക്കമാൻഡിനും രാഹുൽ ഗാന്ധിക്കും കൃത്യമായ കാരണങ്ങളുണ്ട്. കാരണം ഉത്തർപ്രദേശിലെ അമേഠിയിൽ രാഹുൽ ഗാന്ധിക്ക് ഭയമുള്ളത് കൊണ്ടാണ് ഇത്തരമൊരു നീക്കം നടത്തുന്നത് എന്ന് BJP ഇതിനകം തന്നെ വ്യാപകമായ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. കേരളത്തിൽ പ്രശ്നമൊന്നുമില്ല. രാഹുൽ ഗാന്ധി വന്നു നിൽക്കുമ്പോൾ വയനാട്ടിൽ നല്ല ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിച്ചു പോകും എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. അത് കേരളത്തിലും തെക്കേ ഇന്ത്യയിലും കോൺഗ്രസിന് ഒരു വലിയ നേട്ടമായി മാറുമെന്നുള്ള കാര്യത്തിലും ആർക്കും രണ്ടഭിപ്രായമില്ല. പക്ഷേ അത് ഉത്തരേന്ത്യയിൽ ഉണ്ടാക്കാവുന്ന ഇമ്പാക്റ്റ് ചെറുതായിരിക്കില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഉത്തരേന്ത്യയിൽ പരമാവധി സീറ്റ് BJPയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന സംസ്ഥാനങ്ങളിൽ പിടിക്കുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ ഒരു പ്രാഥമിക ലക്ഷ്യമായി നിൽക്കെ BJPയെ പേടിച്ച് BJP അല്ലാത്ത കോൺഗ്രസിനെ പുറത്തു നിന്ന് സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ടീമുമായി രാഹുൽ ഗാന്ധി നേരിട്ട് ഏറ്റുമുട്ടാൻ പോകുന്നു എന്ന തരത്തിലാണ് അവിടെ പ്രചരണം. പലയിടങ്ങളിലും സഖ്യത്തിലുള്ള CPMുമായും CPIയുമായും അവർ ഒന്നിച്ചു നിൽക്കുന്ന മുന്നണിയുമായി രാഹുൽ ഗാന്ധി എതിരിടാൻ പോകുന്നു എന്ന തരത്തിലുള്ള പ്രചരണം BJP ഇതിനകം തന്നെ ഉത്തരേന്ത്യയിൽ അഴിച്ചുവിട്ടു കഴിഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ അമേഠിയിലെ എതിരാളി സ്മൃതി ഇറാനി അത് പച്ചയ്ക്ക് പറയുന്നു, രാഹുൽ ഗാന്ധി എന്നെ പേടിച്ചിതാ ഒളിച്ചോടുന്നുവെന്ന്. അപ്പോൾ ആ തരത്തിലൊരു ആശങ്ക നിലനിൽക്കുന്നു എന്നുള്ളത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം തീരുമാനമെടുക്കുന്നത് വൈകിപ്പിക്കുന്ന ഒരു ഘടകമായി നിൽക്കുന്നു. പക്ഷേ AK ആന്റണിക്കും KC വേണുഗോപാലിനും കേരളത്തിൻ്റെ അവസ്ഥ നന്നായി അറിയാവുന്നുള്ളതല്ലേ? സ്വാഭാവികമായി അത്തരമൊരു പ്രഖ്യാപനം നടത്തുന്നതിനെക്കുറിച്ച്, അത്തരമൊരു നീക്കം നടക്കുന്നതിനെക്കുറിച്ച് കൃത്യമായ ആലോചനകളില്ലാതെ കേരളത്തിലെ നേതാക്കളെ കൊണ്ട് അത്തരമൊരു പ്രഖ്യാപനം നടത്തിപ്പിച്ചത് മണ്ടത്തരമായി മാറി എന്ന് ഈ 3 ദിവസം നീണ്ടു നിൽക്കുന്ന അനിശ്ചിതത്വത്തിനൊടുവിലെങ്കിലും AK ആന്റണിക്കും KC വേണുഗോപാലിനും മനസ്സിലാക്കാൻ സാധിക്കണം. രാഹുൽ ഗാന്ധിയുടെ വരവ് പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ അത് കേരളത്തിലെ കോൺഗ്രസിനുണ്ടാക്കിയ ഒരു വല്ലാത്ത ഊർജ്ജമുണ്ട്. ആ ഊർജ്ജം ഈ 3-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ചോർന്നു പോവുകയാണ് എന്ന് മനസ്സിലാക്കേണ്ടത് AK ആന്റണിയും KC വേണുഗോപാലും തന്നെയാണ്. PC ചാക്കോ കഴിഞ്ഞ ദിവസം പച്ചയ്ക്ക് പറഞ്ഞു, ഇവിടെ കേരളത്തിലെ ഗ്രൂപ്പ് കളിയുടെ ഭാഗമായിട്ടുള്ള നീക്കങ്ങളാണ് ഇതൊക്കെയെന്ന്. ആര് പറഞ്ഞിട്ട് നിങ്ങൾ പ്രഖ്യാപിച്ചു എന്നുള്ളത്? അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ കീ റോളുകളിൽ മലയാളികളായ നേതാക്കൾ തന്നെ ഉള്ള ആ ഹൈക്കമാൻഡ് ഇത്ര ആലോചനയില്ലാതെ അത്തരമൊരു പ്രഖ്യാപനം കേരളത്തിലെ നേതാക്കളെ കൊണ്ട് നടത്തിച്ച് ഉമ്മൻചാണ്ടിയൊക്കെ ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതൊരു നാടകമായിരുന്നു എന്നുള്ള തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ വ്യാഖ്യാനങ്ങൾ കോൺഗ്രസിന് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുമെന്ന് ആ ഹൈക്കമാൻഡിലുള്ള ആദരണീയരായ മലയാളി നേതാക്കൾ തിരിച്ചറിഞ്ഞാൽ നല്ലത്. ഇന്നുകൂടി കടന്നുപോയാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകും എന്ന യാഥാർത്ഥ്യം.